പേര് ജെയിംസ് എന്നാണ്. ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഞങ്ങൾ ആക്ച്വലി UK നിന്ന് മൈഗ്രേറ്റ് ചെയ്തതാണ് ഇങ്ങോട്ട്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പിള്ളേർ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ട്. അപ്പോൾ അവർ ഒത്തിരി ആൾക്കാർ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അവർ ബ്രിട്ടീഷുകാരുടെ ഓഫീസുകളിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളർ കുറവാണല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് എക്സ്ട്രാ ശ്രദ്ധ നമ്മൾ ഡ്രസ്സ് ചെയ്യണേലും പെരുമാറുന്നതിലും ഒക്കെ കാണിക്കാനുണ്ട്. അത് നമ്മുടെ ജോലി എത്ര മിടുക്കനാണെങ്കിലും നമ്മളെ അത് നമ്മൾ ഒരു ഓഫീസിലെ ഒരു ബ്രിട്ടീഷ് കൾച്ചർ, ബ്രിട്ടീഷ് ഓഫീസിലുള്ള കൾച്ചർ നമ്മൾ മലയാളികൾ മാത്രമുള്ള ഓഫീസാണെങ്കിൽ അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇന്ത്യൻസ് ഒത്തിരി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അത് നമ്മുടെ നമ്പർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. പറ്റ ഒരു കാര്യമാണ്. അതായത് നമ്മൾ പുതിയൊരു ജോലിയിൽ സ്ഥാനങ്ങൾ പഠിക്കണ പോലെ തന്നെ നമ്മൾ റിയലി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സ്കില്ലാണ് അത്. ഞാൻ റീസെൻ്റ്ലി ഞാനൊരു 4-5 ദിവസമായുള്ളൂ ഇപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് അവിടെ ഇന്ത്യനായിട്ടോ മലയാളിയായിട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഓഫീസിൽ. ഒരു ഹെഡ് ഓഫീസാണ്. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തൊരു കാര്യം. അപ്പോൾ നമ്മളത് എങ്ങനെ പിടിച്ച് നിൽക്കുമല്ല, നമ്മൾ അവരുടെ അവറ്റിക്ക് പാത്രമാകാതിരിക്കാൻ എങ്ങനെ പെരുമാറാമെന്നുള്ളൊരു ടിപ്പ് ഇടാമെന്ന് ഓർത്താണ് ഞാനത് പറയണത്. അതായത് നമ്മൾ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള ബോസുമാരോ നമ്മൾ നാട്ടിൽ കാണുന്ന തരത്തിലുള്ള കൊളീഗ്സോ നമ്മൾ നാട്ടിൽ കാണുന്ന സീരിയൽ കാണുന്നതോ ബിഗ് ബോസ് കാണുന്നതോ ആയിട്ടുള്ള ആരും ഇവിടെ ഇല്ലാത്തുള്ളൊരു കാര്യം വെച്ചാണ് നമ്മൾ എങ്ങനെയാണ് അവരുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ ഫുഡ് എങ്ങനെയാണ് ഫുഡ് എങ്ങനെയാണത് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടത്. പിന്നെ നമ്മുടെ ഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഡ്രസ്സിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രസ്സ് ചെയ്യേണ്ടത്. പിന്നെ ഇത് എന്തായാലും ഞാൻ ഇന്ന് തുടക്കം തന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനിക്കുന്ന ജനസമൂഹത്തിൻ്റെ വേർപ്പാണ്. നമുക്കത് നല്ല പെർഫ്യൂം പോലെ തോന്നുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷുകാരുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ അത് നല്ല നാറ്റം അല്ലെങ്കിൽ ദുർഗന്ധം എന്ന് തന്നെയാണ് പറയുള്ളൂ. അപ്പം നമ്മൾ ഓഫീസിൽ പോണത് മസ്റ്റായിട്ടും ഇത് നമ്മൾ എന്തിനായിട്ട് നമ്മൾ പുറത്ത് പോവുകയാണെങ്കിലും നമ്മൾ ഒരു ഡിയോഡറൻറ്റ് അപ്ലൈ ചെയ്തിട്ട് മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ റേസ് നമുക്ക് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ ആ മണത്തിനൊരു റോളുണ്ട്. അതായത് ഇപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ അബോർജിൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇവിടെ. അതായത് നമ്മുടെ ആദിവാസികൾ പോലെ അവർ ഇങ്ങനെ ഇതിൽ നിന്ന് മാറി തന്നെ, അതായത് അവർ നമ്മുടെ നാട്ടിലെ ആദിവാസികളെ പോലെ തന്നെ സൊസൈറ്റിയായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അവരുടെ അടുത്ത് വരുമ്പോൾ ഒരു മണമുണ്ട്, നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ആൾക്കാരുണ്ട്. ഈ സെയിം സാധനം ബ്രിട്ടീഷുകാരെ നമ്മൾ തോന്നിക്കാൻ സമ്മതിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് നമുക്ക് തോന്നുന്ന അതേ മെൻറ്റാലിറ്റി അവർക്ക് കാണുമല്ലോ. അപ്പോൾ നമ്മളവിടെ കുറച്ച് ഇൻഫീരിയർ ആയിട്ട് ഡ്രസ്സ് ചെയ്യുകയോ നമ്മുടെ സംസാരത്തിൻ്റെ രീതി കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അത് പറയുമ്പോൾ നമ്മൾ വേറൊരാളെ കുറ്റം പറയുമ്പോൾ ഉള്ള സന്തോഷം പോലൊരു സാധനം അവരുടെ മനസ്സിൽ വരും. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. അത് കാരണമാണ് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എത്ര സ്കില്ലുള്ള ആൾക്കാരാണെങ്കിലും അവരെ താത്തിക്കെട്ടാനായിട്ടുള്ള ഒരു വലിയ പോയിന്റുകളിലൊന്നാണ് ഓഫീസ് കൾച്ചർ. നമ്മൾ റിയലി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ്. നമ്മുടെ പ്രൊഫഷണൽ സ്കില്ലാണ് നിൽക്കട്ടെ. ഇത് നേഴ്സുമാരാണെങ്കിലും IT പ്രൊഫഷണൽസ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ നാഷണൽസുമായിട്ട് എല്ലാ ഇന്ത്യക്കാർക്കും അത് ആപ്ലിക്കബിൾ ആണ്. അത് കാരണമാണ് ഞാൻ നമ്മൾ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണല്ലോ എന്നോർത്ത് ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനത് ഓർക്കണം എന്ന് വെച്ചാൽ ഇനി മുതൽ ഞാനിങ്ങനെ ഓഫീസിൽ പോകണത് എങ്ങനെയാണ്, ഡ്രസ്സ് എടുക്കണത് എങ്ങനെയാണ് രാവിലെ പോകേണ്ടത്, അങ്ങനെയുള്ള പറ്റുവാണെങ്കിൽ ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ സമയം പോലെ റെക്കോർഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തോളാം. ഞാൻ വീട്ടിൽ ലുങ്കി എടുത്ത് കിടക്കുന്ന ഒരു സാധാരണ മലയാളിയാണ്. ലുങ്കി എടുത്ത് ഞാൻ ഓഫീസിൽ പോകുന്നല്ല പറഞ്ഞാൽ വീട്ടിലിങ്ങനെയാണ് നിൽക്കണമെങ്കിലും നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ നാട് ഓടുമ്പോൾ നടുവി ഓടുന്ന രീതി എങ്ങനെ ഫോളോ ചെയ്യാമെന്ന് പറയാൻ ഓർത്താണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ആയിക്കോട്ടെ. ഞാനിപ്പോൾ ഇത് വലിയ ലൈറ്റിങ്ങോ ചിലപ്പോൾ സൗണ്ടൊന്നും ക്ലിയർ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി വീഡിയോ ഇടാൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇടില്ല. ഒരിക്കലും ഈ വീഡിയോ പുറംലോകം കാണും. ഞാൻ ലൈറ്റിങ് സെറ്റ് ചെയ്ത് സൗണ്ട് സെറ്റ് ചെയ്തൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞു. എനിക്ക് തോന്നി അപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് ഇട്ടു.
നമുക്ക് അടുത്ത വീഡിയോയിൽ മോസ്റ്റ് പ്രോബബ്ലി കാണാൻ പറ്റും.